ഹലോ ഡിയർ ചിൽഡ്രൻ, നമുക്ക് അഡ്വാൻസിൻ്റെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ കൂടി നോക്കാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ അഡ്വാൻസ് 2018 ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദ നമ്പർ ഓഫ് റിയൽ സൊല്യൂഷൻസ് ഓഫ് ദി ഇക്വേഷൻ സൈൻ ഇൻവേഴ്സ് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to infinity x raised to I plus 1 minus x into sigma I equal to 1 to infinity x by 2 raised to I whole bracket equal to pi by 2 minus cos inverse sigma I is equal to 1 to infinity minus x by 2 raised to I minus sigma I is equal to 1 to infinity minus x raised to I lying in the interval. ഇതാണ് ക്വസ്റ്റ്യൻ. ശരിക്കും പറഞ്ഞാൽ ഈ നെഗറ്റീവ് കോസ് ഇൻവേഴ്സ് ഇപ്പുറത്തേക്ക് എടുത്താൽ സൈൻ ഇൻവേഴ്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഈക്വൽ ടു പൈ ബൈ 2 എന്ന് വരും. അപ്പോൾ ആംഗിള് ഈക്വൽ ആവണം, അതായത് ഇതും ഇതും ഈക്വൽ ആയിരിക്കണം, ഈക്വൽ ആവണം. അതാണ് കോൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നമുക്കൊരു പണി ചെയ്യാം. നമുക്ക് ഈ സൈൻ ഇൻവേഴ്സിൻ്റെ അകത്ത് ഉള്ളതിനെ നമുക്ക് എഫ് ഓഫ് എക്സ് വിളിക്കാം. ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ I is equal to 1 to infinity x raised to I plus 1 minus x into sigma I equal to 1 to infinity x by 2 raised to I. നമുക്ക് സിഗ്മ കളയുമ്പോൾ ഇത് രണ്ടും ഒരു ഇൻഫൈനൈറ്റ് ജി പി ആയിട്ട് വരും, ഇൻഫൈനൈറ്റ് ജി പി ആയിട്ട് വരും. I equal to 1 to infinity കൊടുക്കുമ്പോൾ ഈ ടേം എന്തായിട്ട് മാറും? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് ഇൻഫിനിറ്റി മൈനസ് എക്സ് ഇൻറ്റു ഇതോ എക്സ് ബൈ 2 പ്ലസ് എക്സ് ബൈ 2 സ്ക്വയർ പ്ലസ് എക്സെട്ര ടു ഇൻഫിനിറ്റി. സിഗ്മ കളയുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. അപ്പോൾ നമുക്കറിയാം ഇത് ജോമെട്രി പ്രോഗ്രഷൻ ആണ്, ഇതും ജോമെട്രി പ്രോഗ്രഷൻ തന്നെയാണ്. അപ്പോൾ എസ് ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു എ ബൈ 1 മൈനസ് ആർ ആണ് നമുക്കറിയാം, എ ബൈ 1 മൈനസ് ആർ. അപ്പോൾ ഈ ടേം എടുക്കുമ്പോൾ എ എക്സ് സ്ക്വയറും കോമൺ റേഷ്യോ ആറുമാണ്. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ 1 മൈനസ് എക്സ് മൈനസ് എക്സ് ഇൻറ്റു അവിടെ ഫസ്റ്റ് ടേം എക്സ് ബൈ 2 ആണ്. അപ്പോൾ കോമൺ റേഷ്യോയും എക്സ് ബൈ 2 ആണ്. എക്സ് ഇൻറ്റു എക്സ് ബൈ 2 ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് ബൈ 2. ഇതാണ് നമുക്കത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. എസ് ഇൻഫിനിറ്റിയുടെ ഫോർമുല അപ്ലൈ ചെയ്തു. അപ്പോൾ ഇതൊന്ന് റെഡ്യൂസ് ചെയ്യാം. നമുക്ക് റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ ബൈ 1 മൈനസ് എക്സ് മൈനസ് എക്സ് ഇൻറ്റു എക്സ് ബൈ 2 ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് ബൈ 2 ആണ്. അത് നമുക്ക് ഡിനോമിനേറ്റർ ലിസ്റ്റ് കൊടുക്കുന്ന സമയത്ത് 2 കോമൺ ആയിട്ട് വരും, അത് കട്ടായി പോവും. അപ്പോൾ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 മൈനസ് എക്സ് കൊടുക്കാം. ഇപ്പം എക്സ് സ്ക്വയർ നമുക്ക് എന്ത് കിട്ടി? ഇപ്പോൾ എക്സ് സ്ക്വയർ ബൈ 1 മൈനസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 മൈനസ് എക്സ്. ഓക്കെ, എഗെയിൻ നമുക്കത് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് എഫ് ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കാം. ഇനി ഈ സംഭവത്തിന് കോസ് ഇൻവേഴ്സ്, അതിന് നമുക്ക് വേറൊരു പേര് കൊടുക്കാം, ജി ഓഫ് എക്സ് കൊടുക്കാം. ജി ഓഫ് എക്സ് അത് നമുക്ക് ഇൻഫൈനൈറ്റ് ജി പി തന്നെ വരും. സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to infinity I is negative x by 2 raised to I minus sigma I is equal to 1 to infinity minus x raised to I. ഇതേപോലെ തന്നെ സെയിം മെത്തേഡ്, ഇതേപോലെ തന്നെ നമുക്ക് സിഗ്മ കളയാം. സിഗ്മ കളയുമ്പോൾ മൈനസ് എക്സ് ബൈ 2 പ്ലസ് മൈനസ് എക്സ് ബൈ 2 സ്ക്വയർ പ്ലസ് എക്സെട്ര ടു ഇൻഫിനിറ്റി മൈനസ് മൈനസ് എക്സ് പ്ലസ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര ടു ഇൻഫിനിറ്റി. ഇതും രണ്ടും ഇൻഫൈനൈറ്റ് ജി പി തന്നെയാണ്. അത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ ഫസ്റ്റ് ടൈം മൈനസ് എക്സ് ബൈ 2 ആണ്, എ കോമൺ റേഷ്യോയും അത് തന്നെയാണ്. അപ്പോൾ 1 മൈനസ് മൈനസ് പ്ലസ് എക്സ് ബൈ 2 വരും. മൈനസ് ഇവിടെ വരുമ്പോൾ
minus x divided by 1 minus x, 1 plus x. Minus x by 2 by 1 plus x by 2 minus x divided by 1 plus x. ഇതേപോലെ വരും. ഇത് നമുക്ക് ഇതേപോലെ തന്നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ പോസിറ്റീവ്, ഇത് മൈനസ് മൈനസ് പോസിറ്റീവ് അല്ലേ, അത് നമുക്ക് ആദ്യം എഴുതാം. എക്സ് പ്ലസ് 1 ബൈ എക്സ് മൈനസ്, ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഡിനോമിനേറ്റർ എൽ സി കൊടുക്കുക. ഡിനോമിനേറ്റർ എൽ സി എടുക്കുമ്പോൾ അത് എക്സ് ബൈ 2 പ്ലസ് എക്സ് എന്ന് വരും. എക്സ് ബൈ 2 പ്ലസ് എക്സ്. ഇനി ആക്ച്വലി ജി ഓഫ് എക്സും എഫ് ഓഫ് എക്സും ഈക്വൽ ആവണം, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, പൈ ബൈ 2 കിട്ടുള്ളൂ. അപ്പോൾ ആസ് പെർ ദ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ എഴുതാം? ആസ് പെർ ദ ക്വസ്റ്റ്യൻ സൈൻ ഇൻവേഴ്സ് എഫ് ഓഫ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ജി ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ബൈ 2. ആസ് പെർ ദ ക്വസ്റ്റ്യൻ സൈൻ ഇൻവേഴ്സ് എഫ് ഓഫ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ജി ഓഫ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന് പറയാം. ദാറ്റ് മീൻസ് എക്സ് ബൈ 1 പ്ലസ് എക്സ് മൈനസ് എക്സ് ബൈ 2 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 1 മൈനസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ്. രണ്ട് സൈഡും എൽസിയം കണ്ടിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിത് കിട്ടാൻ പോകുന്നത് എക്സ് ഇൻറ്റു 2 പ്ലസ് എക്സ് മൈനസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് ഇൻറ്റു 2 പ്ലസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 2 മൈനസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ഇൻറ്റു 2 മൈനസ് എക്സ്. നമുക്ക് ഒരെക്സ് കട്ടായി പോകുന്നത്, ഒരെക്സ് കട്ടായി പോകും. എക്സ് സ്ക്വയർ ഔട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്താലും മതി. ഇനി ക്രോസ് മൾട്ടിപ്ലൈ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത്, അത് ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു 0 വരാം, ഒരു കേസ് വരാം. അതല്ലെങ്കിൽ എക്സ് ഇൻറ്റു 2 പ്ലസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഇൻറ്റു 2 പ്ലസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് മൈനസ് 1 മൈനസ് എക്സ് ഇൻറ്റു 2 മൈനസ് എക്സ് എന്ന് വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതേപോലെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ that is equal to x into x into x, that is x cube. X cube plus 2x square, x cube plus 2x square plus 5x, x cube multiply x cube plus 2x square plus 5x minus 2, x cube plus 2x square plus 5x minus 2 എന്ന് കിട്ടും. അപ്പോൾ ഇതിന് നമുക്ക് ഒരു പേര് വിളിക്കാം. ഇത് നമുക്ക് ലെറ്റസ് ടേക്ക് എച്ച് ഓഫ് എക്സ്. എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 2x സ്ക്വയർ പ്ലസ് 5x മൈനസ് 2. എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 2x സ്ക്വയർ പ്ലസ് 5x മൈനസ് 2. ഇനി നമുക്ക് തന്നിരിക്കുന്ന ലിമിറ്റ്സ് നെഗറ്റീവ് 1/2 1/2. എച്ച് ഓഫ് നെഗറ്റീവ് 1/2 ഫൈൻഡ് ഔട്ട് ചെയ്യാം. നെഗറ്റീവ് 1/2 ക്യൂബ് പ്ലസ് 2 into minus 1/2 square plus 5 into 1/2 minus 2. When simplifying, we will get this is minus 33/8, clearly less than 0. And what will be h of 1/2? 1/2 is equal to 1/2 cube plus 2 into 1/2 square plus 5 into 1/2 minus 2. When simplifying, we will get this is equal to 9/8. This is clearly greater than 0. That is clearly greater than 0. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? എച്ച് ഓഫ് നെഗറ്റീവ് 1/2 ലെസ് ദാൻ 0യും എച്ച് ഓഫ് 1/2 ഗ്രേറ്റർ ദാൻ 0യുമാണ്.
that means there exists a root between -2 and 1/2. Here h of negative 1/2 less than 0, h of 1/2 is greater than 0. What is its meaning? There exists a root in between -1/2 and 1/2. ഇനി നമുക്കത് എക്സാക്ട്ലി ആണോ എന്ന് നോക്കണമെങ്കിൽ നമുക്ക് എച്ച് ഡാഷ് എക്സ് കണ്ടുപിടിക്കണം. എച്ച് ഡാഷ് എക്സ് h of x x cube plus 2x square plus 5x minus 2 ആണ്. അപ്പോൾ h dash x is equal to how much? h dash x is 3x square plus 4x plus 5 ആണ്. h of x x cube plus 2x square plus 5x, then h dash x equal to derivative x cube 3x square plus 4x plus 5. Then h of x, this is clearly for 3x square plus 4x plus 5 is clearly greater than 0. h dash x clearly greater than 0 ആണെങ്കിൽ എന്താ കണ്ടീഷൻ? there exists exactly one solution. There exists exactly one solution in between negative 1/2 and plus 1/2. There exists exactly one solution. Exactly one solution. Number of real solutions of the equation ആണ് ചോദിച്ചിരിക്കുന്നത്. So there exists exactly one real solution in between -1/2 and 1/2. This is the method. Here h of x is, when simplifying this function, we will get h of x is x cube plus 2x square plus 5x minus 2. There is, and h of negative 1/2 is clearly less than 0. h of 1/2 is clearly greater than 0. h dash x is 3x square plus 4x plus 5, that is clearly greater than 0. Then what is the condition? Then there exists only exactly one real solution in the given interval -1/2 and 1/2. So what is the answer? X equal to 0, and here exactly one real solution in negative 1/2 and 1/2. Total there will be two real solutions. Already we got x equal to 0 in between -1/2 and 1/2. And one more we get in between -1/2 and 1/2. So there exist two real solutions in between -1/2 and 1/2. Okay, നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ നിന്ന് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കണ്ടീഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. നമുക്ക് ആദ്യം ഇവിടെ ഇത് ജോമെട്രി പ്രോഗ്രഷൻ്റെ കോൺസെപ്റ്റ് വന്നിട്ടുണ്ട്. എസ് ഇൻഫിനിറ്റി ആണെന്ന് നിങ്ങൾക്കറിയാം, a/1 - r ആണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ഈ ടേമിന് ഫസ്റ്റ് സൈൻ ഇൻവേഴ്സിന് നമ്മൾ f of x എടുത്തു. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്ത് രണ്ട് ടേമും നമുക്ക് ജി പി ആയിട്ട് കിട്ടി, ഇൻഫൈനൈറ്റ് ജി പി ആയിട്ട് കിട്ടി. എസ് ഇൻഫിനിറ്റി a/1 - r ആണെന്ന് കിട്ടി. അപ്പോൾ അത് അനുസരിച്ച് നമ്മളിത് സിംപ്ലിഫൈ ചെയ്തു. അതുപോലെ ഇവിടെ രണ്ട് ടേമും നമുക്ക് കിട്ടി. സിമിലർലി റൈറ്റ് ഹാൻഡ് സൈഡിൽ കോസ് ഇൻവേഴ്സും നമ്മൾ അത് ജി ഓഫ് എക്സ് ആയിട്ട് സങ്കല്പിച്ചു. അതും ഇൻഫൈനൈറ്റ് ജി പി ആണ്. സിഗ്മ കളയുന്ന സമയത്ത് ഇൻഫൈനൈറ്റ് ജി പി ആണ്. ഇൻഫൈനൈറ്റ് ജി പിയുടെ ഫോർമുല അപ്ലൈ ചെയ്തു. പിന്നെ അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് π/2 മാത്രം വരും. അതേത് ഫോമ? സൈൻ ഇൻവേഴ്സ് f of x പ്ലസ് കോസ് ഇൻവേഴ്സ് g of x = π/2 ആണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും f of x ഉം g of x ഉം ഈക്വൽ ആവണം. അപ്പോൾ നമ്മൾ ആ കണ്ടീഷൻ അപ്ലൈ ചെയ്തു. നമുക്ക് ആദ്യമേ f of x കിട്ടി, ഇവിടെ g of x ഉം കിട്ടിയിട്ടുണ്ട്. അത് ഇക്വേറ്റ് ചെയ്തു. ഇക്വേറ്റ് ചെയ്തിട്ട് LC കൊടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു വാല്യൂ x = 0 വരും. പിന്നെ വരുന്നത് ഈ ഫംഗ്ഷനാണ്. രണ്ട് ഫംഗ്ഷൻ വരും, ഒരു വാല്യൂ. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒരു ക്യൂബിക് ഇക്വേഷൻ കിട്ടി, ക്യൂബിക് എക്സ്പ്രഷൻ കിട്ടി. ഞാൻ അതിന് h of x പേര് വിളിച്ചു. എന്നിട്ട് നമുക്ക് ഇന്റർവെല്ലിൽ h of negative 1/2 എടുത്തു. അത് ലെസ് ദാൻ 0 ആണ്. h of 1/2 ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എന്താ കണ്ടീഷൻ? എന്താണ്? അവിടെ ഒരു അറ്റ്ലീസ്റ്റ് വൺ സൊല്യൂഷൻ എങ്കിലും എക്സിസ്റ്റ് ചെയ്തിരിക്കും. h of negative 1/2 ലെസ് ദാൻ 0യും h of 1/2 ഗ്രേറ്റർ ദാൻ 0യും ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ സൊല്യൂഷൻ. അത് കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് h dash x കിട്ടി. h dash x ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ there exists exactly one solution. There exists exactly one solution. Already we got one solution, x = 0 here, and one more solution since h dash x is clearly greater than 0. One more solution. That is total. There is two solutions, two real solutions. Okay.
നമുക്കിനി വേറെ ഒരു ക്വസ്റ്റ്യൻ, അഡ്വാൻസിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അഡ്വാൻസ് 2014 ക്വസ്റ്റ്യൻ ആണ്. F is equal to closed interval 0 pi to 4 pi to 0 pi by defined by f of x equal to cos inverse cos x. The number of points x belongs to 0, 4 pi, 0, 4 pi, satisfying the equation f of x equal to 10 minus x by 10. ഓക്കെ, ഇത് നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡാണ് കുറച്ച് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഗ്രാഫിക്കൽ മെത്തേഡ്, ദ ഗ്രാഫ് ഓഫ് രണ്ട് ഫംഗ്ഷൻ ആണല്ലോ. ഗ്രാഫ് ഓഫ് y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് കോസ് എക്സ്. നമുക്കൊരു ഗ്രാഫ്, റഫായിട്ട് ഗ്രാഫ് എന്ന് വരയ്ക്കാം. എക്സ് ആക്സിസ് 0, pi, 2 pi, 3 pi, 4 pi. This is 1. This is 1. This is 1. Okay. Cos inverse, graph of cos inverse cos x. Graph of cos inverse cos x is like this. This is graph of cos etc. നമുക്ക് പക്ഷേ ഇവിടെ 0 to 4 pi തന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ അത്രേ വരച്ചോളൂ, അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ഗ്രാഫ് ഓഫ് കോസ് ഇൻവേഴ്സ് കോസ് എക്സ്. ഇനി നമുക്ക് ചോദിച്ചാൽ നമ്പർ ഓഫ് പോയിന്റ്സ് എക്സ് സാറ്റിസ്ഫൈങ് ദീസ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫും പിന്നെ ഒരു ഗ്രാഫും കൂടി ഉണ്ടല്ലോ, y ഈസ് ഈക്വൽ ടു 10 മൈനസ് എക്സ് ബൈ 10 എന്ന് പറഞ്ഞാൽ 1 മൈനസ് എക്സ് ബൈ 10 എന്ന് പറയാം. y ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് ബൈ 10. ഇത് ഈസിയാണ് വരയ്ക്കാൻ. ലീനിയർ ഇക്വേഷൻ അല്ലേ. ലീനിയർ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എക്സ് 0 വരുമ്പോൾ y 1 വരും. ദിസ് പോയിന്റ് ഈസ് 0,1 വെൻ എക്സ് ഈക്വൽ ടു 0. ഇനി y0 വരുമ്പോൾ when y ഈക്വൽ ടു 0, 1 മൈനസ് എക്സ് ബൈ 10 ഈക്വൽ ടു 0, എക്സ് ബൈ 10 ഈക്വൽ ടു 1, എക്സ് ഈസ് ഈക്വൽ ടു 10. എക്സ് ഈസ് ഈക്വൽ ടു 10 എന്ന് പറയുമ്പോൾ 3 പൈ എന്ന് പറയുമ്പോൾ 9 പോയിന്റ് സംതിങ് വരും. അപ്പോൾ ഏകദേശം ഇവിടെ വരും 10 എന്ന് പറയുമ്പോൾ. അപ്പോൾ ഗ്രാഫ് വരുമ്പോൾ എങ്ങനെ വരും നോക്കിയേ, അത് ലീനിയർ സ്ട്രെയിറ്റ് ലൈൻ ആണ്. This is the graph. This is the graph of y equal to 1 minus x by 10. ആദ്യത്തെ ഗ്രാഫ് ഇത് y is equal to ഏതിന്റെ ഗ്രാഫാണ്? കോസ് ഇൻവേഴ്സ് കോസ് എക്സിന്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. ഇത് y is equal to 10 minus x by 10ന്റെ ഗ്രാഫുമാണ് ഈ കിട്ടിയിരുന്നത്. എത്ര പോയിന്റിൽ ഇത് ഇന്റർസെക്ട് ചെയ്യുന്നത്? 1, 2, 3. ഈ രണ്ട് ഗ്രാഫും കൂടി ഇന്റർസെക്ട് ചെയ്യുന്നത് 3 സ്ഥലത്താണ്. അപ്പൊ അത്രയും സൊല്യൂഷൻസ് ഉണ്ടാവും. എത്ര സ്ഥലത്താണ് ഇന്റർസെക്ട് ചെയ്യുന്നത് അത്രയും സൊല്യൂഷൻസ് ഉണ്ടാവും. ചോദിച്ചാൽ എന്താ? ദ നമ്പർ ഓഫ് പോയിന്റ്സ് എക്സ് ബിലോങ്സ് ടു 0, 4 pi സാറ്റിസ്ഫൈങ് ദ ഇക്വേഷൻ. നമ്പർ ഓഫ് പോയിന്റ്സ് പറയുമ്പോൾ 1, 2, 3. 3 is the answer. 3 ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനുമായി പിന്നീട് കാണാം. അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.